അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അധികം ചിരിക്കാറില്ല, പുഞ്ചിരിക്കാറുണ്ട് ധാരാളമായി എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച സന്ദർഭങ്ങളും കരഞ്ഞ സന്ദർഭങ്ങളും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ചിരിച്ച ജീവിതത്തിലെ ഒരു സംഭവം സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും സാക്ഷ്യപ്പെടുത്തുന്നു. റവൽ ബുഖാരിയു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ എന്ന സ്വഹാബിയാണ് സംഭവം പഠിപ്പിക്കുന്നത്. ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ജാഅഹു റജുൽ. ഞങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ ആ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ഹലക്തു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ നശിച്ചു. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അലക, എന്തു സംഭവിച്ചു നിനക്ക് സുഹൃത്തെ? ഖാല വഖഅതു അല ഇംറഅതി വഅന സായിം. ഞാൻ പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് റമദാനിൻ്റെ പകലിൽ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ടു. എൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു. എൻ്റെ സ്വന്തത്തെ എൻ്റെ ദൗർബല്യ നിമിഷങ്ങളിൽ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആ അരുതായ്മ എന്നിൽ നിന്ന് സംഭവിച്ചു പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അനുഭവിച്ച ഈ തെറ്റിൽ നിന്ന് എന്നെ കഴുകി ശുദ്ധിയാക്കാനുള്ള ഫോർമുല ആവശ്യപ്പെട്ടു വന്ന അനുയായിയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തഅതിഖുഹ, ഒരടിമയെ മോചിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? അടിമാ സമ്പ്രദായം നിലനിന്ന കാലത്ത് മിക്ക തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി പുണ്യപ്രവാചകർ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തത് അടിമകളെ മോചിപ്പിക്കാനായിരുന്നു. ഈ തെറ്റിനും അടിമയെ മോചിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നിരിക്കാൻ സാധ്യമല്ല. വീണ്ടും തിരുദൂതർ ചോദിച്ചു, ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹറൈന മുതതാബിഈൻ, തുടർച്ചയായി 2 മാസം വ്രതമനുഷ്ഠിക്കാൻ നിനക്ക് സാധ്യമാണോ? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് സാധ്യമല്ല. വീണ്ടും നബി തങ്ങൾ ചോദിച്ചു, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? ഖാല ലാ, അദ്ദേഹത്തിന്റെ പ്രതികരണം, അതിനും എന്നാൽ സാധ്യമല്ല. ഖാല ഫമകസ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുന്ന സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞങ്ങളും അങ്ങനെ പിന്നീടൊന്നും സംസാരിക്കാതെ അല്പസമയം അവിടെ ഇരുന്നു. ഫബൈനമാ നഹ്നു അലാ ദാലിക ഉത്തിയ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅർഖിൻ ഫീഹി തംർ. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാൾ ഒരു കൊട്ട ഈത്തപ്പഴം സമ്മാനമായി സമർപ്പിച്ചു. ഖാൽ, ഈ സമ്മാനം കൈപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന സായിൽ, നേരത്തെ എന്നോട് ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം അന്വേഷിച്ചു വന്ന സഹോദരൻ എവിടെയാണ്? അന യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് ഹാദാ ഫതസദ്ദഖ് ബിഹി, ഈ ഒരു കൊട്ട ഈത്തപ്പഴം നീ പിടിച്ച് നീ ഇത് സാധുക്കൾക്ക് ദാനം ചെയ്യണം. ഫഖാല റജുൽ, ആ സമയത്ത് ആ മനുഷ്യൻ പ്രതികരിച്ചു, അഅല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, എന്നേക്കാൾ ഈ നാട്ടിലെ പാവങ്ങൾക്കാണോ ഇത് ഞാൻ ദാനം ചെയ്യേണ്ടത് തിരുദൂതരെ? ഫവല്ലാഹി മാ ബൈന ലാബിത്തൈഹാ, ഈ മദീനയുടെ 2 അറ്റത്തിനിടയിൽ അഹ്ലുബൈത്തിൻ അഫ്ഖറ മിൻ അഹ്ലി ബൈത്തി, എൻ്റെ വീട്ടുകാരേക്കാൾ പാവപ്പെട്ട ഒരു വീടും ഇല്ല. ഫളഹിക്കൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മറുപടി കേട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. സുമ്മ ഖാൽ, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അത്ഉംഹു അഹ്ലക്, എങ്കിൽ ഇത് നിന്റെ കുടുംബത്തെ നീ ഭക്ഷിപ്പിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്ന അനുചരർക്ക് പ്രശ്നം പരിഹരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട് അത്ഭുതപ്പെട്ടു ചിരിച്ച സംഭവമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിലൂടെ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുന്നത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.